അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമ്മൾ ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൽ ഖൗലുൽ ഖസീർ അല്ലദി യജ്രി അലൽ അൽസിന വയസവ്വിറു തജ്രിബ സാബിഖ. ഓപ്ഷൻ എ അൽ മസൽ, ഓപ്ഷൻ ബി അൽ ഖിസ്സ, ഓപ്ഷൻ സി അൽ ഹിക്കായ ആൻഡ് ഓപ്ഷൻ ഡി അൽ ലഗസ്. അതായത് വളരെ ചെറിയ കൗലായിരിക്കും. അതിലെന്താണ് നമുക്ക് പറയാൻ വളരെ ചെറിയ കൗലായിരിക്കും, പക്ഷെ അത് മുന്നത്തെ ഒരു തെജരിബ ഒരു എക്സ്പീരിയൻസ് അത് ചിത്രീകരിക്കുന്നുണ്ടാവും. അതിന് നമ്മൾ എന്താണ് പറയാ എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം അത് മസലാണ് അല്ലെ. നമ്മൾ മസൽ നമുക്കറിയാം, അറബിയിൽ ഒരുപാട് നമ്മൾ മസലിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഹയർ സെക്കൻഡറിയിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ മസലിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ അതിലൊരു മസൽ സ്റ്റോറി കൊടുത്തിട്ട് ഇങ്ങനെ പിന്നീട് ആ മസൽ അങ്ങനെയാണ് ഇപ്പൊ മവാഇദ് ഉർഖൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. പിന്നീട് ഒരു കരാർ ലംഘിച്ച ഒരാളുടെ കഥയാണ്. അപ്പൊ പിന്നീട് ആ ഒരു കഥന്റെ പിറകിലുണ്ടായതാണ് മവാഇദ് ഉർഖൂബ്. ഉർഖൂബിന്റെ കരാർ പോലെയാണ് നിന്റെ വാക്ക്, അതായത് കരാർ ലംഘിക്കുന്ന ആളുകൾക്ക് പറയുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ളതിനാണ് നമ്മൾ മസലി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറായിക്കും വൽ അദുവ്വു അമാമക്കും മനിൽ ഖാഇൽ. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കറിയാം, ഇത് ടെക്സ്റ്റ് ബുക്കിൽ +2 ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് ഐനൽ മഫർ എന്നുള്ള ഒരു പാഠമുണ്ട്. ത്വരിഖുൽ സിയാദിന്റെ പ്രസംഗമാണ് അതിൽ പറയുന്നത്. അദ്ദേഹം മുദ്ലിസ് കീഴടക്കാൻ പോയ സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ള ഒരു പ്രസംഗമാണ്. അപ്പൊ നമുക്കറിയാം ഇത് ലിറ്ററേച്ചറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഭാഗം അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടുന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ത്വരിഖുൽ സിയാദിന്റെ പ്രസംഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, يحتفل اليوم الخامس من شهر خزيران. اوبشن ايه يوم البيئة العالمي، اوبشن بي عيد الأطفال، اوبشن سي عيد المدرسين، اوبشن دي يوم الأمهات. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ മാസം ഹസീറാൻ എന്ന് പറഞ്ഞാൽ ജൂൺ ആണ് അല്ലെ. അപ്പൊ ജൂൺ 5 ഏത് ദിവസമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം പരിസ്ഥിതി ദിനമായിട്ടാണ് നമ്മൾ അതിനെ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. ഓക്കെ, അപ്പൊ യൗമുൽ ബിഅ അൽ ആലമി. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതുപോലെ കുറച്ച് ദിവസങ്ങൾ അതിന്റെ ഡേറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഏകദേശം അത്തരത്തിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതിന്റെ ഡേറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദൗലത്ത് മിസ്ർ ഫി ഖാറത്തി ഡാഷ്. ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ഔറോപ്പ. മിസർ ഏത് കോണ്ടിനെന്റിലാണ് ഉള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം ആഫ്രിക്കയിലാണ് അല്ലെ. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഇപ്പൊ നമ്മള് കോണ്ടിനെന്റ്സിന്റെ ഒക്കെ കുറിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വർക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോണ്ടിനെന്റ്സ് ഇങ്ങനെ ഫില്ല് ചെയ്യാനുള്ള ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഭാഗം റിലേറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, في أي سنة قررت الأمم المتحدة اللغة العربية اللغة الرسمية. ഏത് വർഷമാണ് നമ്മുടെ ഉമ്മമുൽ മുത്തഹിദ അറബി ഭാഷയെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചത് എന്നുള്ളതാണ്. ഏത് വർഷമാണ്? 1973, 1975, 1873, 1685. ഏത് വർഷമാണ് ഒഫീഷ്യൽ ഭാഷയായിട്ട് അംഗീകരിച്ചത്? ഓക്കെ, 1973 കേട്ടോ. 1973 നമ്മുടെ ഉമ്മമുൽ മുത്തഹിദ അറബി ഭാഷയെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചത്. ഇനി 2017 HSCന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മൻ ഹിയ തുഅറഫു ബി ദാത്തി നിത്വാഖൈൻ. ദാത്തി നിത്വാഖൈൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി സൗദ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി അസ്മാ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ഡി ആയിഷ റളിയല്ലാഹു അൻഹ. ദാത്തി നിത്വാഖൈൻ എന്നറിയപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി അസ്മാ റളിയല്ലാഹു അൻഹയാണ്.
അസ്മാ ബിൻ അബീബക്കർ റളിയല്ലാഹു അൻഹയാണ് ദാത്ത് നിത്താഖീൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇത് മുന്നത്തെ, അതായത് നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം മാറിയിട്ടുണ്ട്. ഇപ്പൊ 8ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുണ്ട്. പക്ഷെ പഴയ ടെക്സ്റ്റ് ബുക്ക്, അതായത് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ദാത്ത് നിത്താഖീനെ കുറിച്ചിട്ടുള്ള ഒരു പാഠമൊക്കെ ഉണ്ട്. അപ്പൊ അത് അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഒക്കെ കഥയാണ്. അപ്പൊ അതാണ് ദാത്ത് നിത്താഖീൻ എന്നറിയപ്പെടുന്നത് അസ്മാ റളിയല്ലാഹു അൻഹയാണ്. നെക്സ്റ്റ്, സൗജത്തുൽ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഓപ്ഷൻ എ സൈനബ് ബിൻത്ത് മർവാൻ, ഓപ്ഷൻ ബി അസ്മാ ബിൻത്ത് അബ്ദുൽ മലിക്, ഓപ്ഷൻ സി ഫാത്തിമ ബിൻത്ത് അബ്ദുൽ മലിക്, ഓപ്ഷൻ ഡി ഫാത്തിമ ബിൻത്ത് യസീദ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യ ആരാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫാത്തിമ ബിൻത്ത് അബ്ദുൽ മലിക് ആണ് അല്ലെ. ഫാത്തിമ ബിൻത്ത് അബ്ദുൽ മലിക് ആണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ ഇവരുടെ ഒരു കഥയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ. പഴയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ, പുതിയതല്ല. പഴയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ ആ ഒരു അവരാ വീട് ക്ലീൻ ആക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ. അപ്പൊ അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബിൻത്ത് അബ്ദുൽ മലിക് ആണ് എന്നുള്ളതൊക്കെ. ഏകദേശം ഒരു പാഠം റിലേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ബയോഗ്രഫി കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് ആ സ്റ്റോറിക്ക് ശേഷമൊക്കെ. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആലിമുൻ അറബിയും ഫി ദിയാലിയാത്ത് വൽ ബസ്വരിയാത്ത്. ദിയാലിയാത്ത് ബസ്വരിയാത്തിലുള്ള ആലിം ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇബ്നുൽ ഹൈത്തം, ഓപ്ഷൻ ബി ഖവാറസ്മി, ഓപ്ഷൻ സി ഇബ്നു സീന, ഓപ്ഷൻ ഡി ഇബ്നു റുഷ്ദ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ഇബുൽ ഹൈസം ആണ്. ഇബുൽ ഹൈസം. ഓക്കെ, അപ്പൊ ഇവരെ കുറിച്ചിട്ട് ഇപ്പൊ ഇബുൽ ഹൈസം, ഖവാറസ്മി, ഇബ്നു സീന, ഇബ്നു റുഷ്ദ് ഇവരൊക്കെ കുറിച്ചിട്ട് നമ്മുടെ പഴയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ, പുതിയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന്റെ ഹാൻഡ് ബുക്കിൽ ഇബ്നു ഹൈസം, ഖവാറസ്മിയെ ഒക്കെ കുറിച്ച് പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. ഇബ്നു സീനയെ ഒക്കെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ പൊതുവെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആൽമുൻ അറബിൻ ഫിദിയാലിയത്ത് വൽ ബസ്വരിയാത്ത് എന്നുള്ളതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സലാമുൻ ഹാലിബ് ഷാർ സലാമുൻ ഗാസിൽ ബുർദ് ഖാലഹു. ഇത് ആരുടെ വരിയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഹാഫിൽ ഇബ്രാഹിം, ഓപ്ഷൻ ബി അഹമ്മദ് ഷൗഖി, ഓപ്ഷൻ സി അൽ ബാറൂദി, ഓപ്ഷൻ ഡി ഫാലി മുഹമ്മദ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അഹമ്മദ് ഷൗക്കയുടെ വരിയാണ് സലാമുൻ ഹാലിബുഷാൻ സലാമുൻ ഹസൽ ബുർദ് എന്നുള്ളത്. ഇത് പഴയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. നമുക്കറിയാം 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഓസിൽ ബുർദ് എന്നുള്ളൊരു കവിത ഉണ്ടായിരുന്നു. അത് അഹമ്മദ് ഷൗക്ക എഴുതിയിട്ടുള്ള കവിതയാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് എഴുതിയിട്ടുള്ള കവിതയാണ്. ഓക്കെ, അപ്പൊ പലപ്പോഴും ഇതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ വരി തന്നിട്ട് ഇത് ആരുടെ വരിയാന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ആരെ കുറിച്ചിട്ടാണ് ഇതിൽ അഹമ്മദ് ഷൗക്കി പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മനസ്സിലാക്കുക, ആസിൽ ബുദ്ധ എന്നുള്ള കവിതയിൽ അഹമ്മദ് ഷൗക്കി എഴുതിയിട്ടുള്ള കവിതയാണ്. ഇതിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, السيدة نوال محني شاعرة داش مصرية سعودية لبنانية يمنية. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മിശ്രിയാണ്. ഓക്കെ, നവാൽ മെഹ്നി മിശ്രിയാണ്. അപ്പം നവാൽ മെഹ്നിയെ കുറിച്ചിട്ട് പൊതുവെ മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അവരെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അവരുടെ കവിതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ മിശ്രിയാണ് നവാൽ മെഹ്നി എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, هو الذي نفذ المنح الدراسي لبنات نادر والبنات المسلمات في كيرلا. ഓക്കെ, നമുക്കറിയാം കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് അതുപോലെ തന്നെ നാടാർ പെൺകുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആൾ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെല്ലാവർക്കും അറിയാം, അത് സി എച്ച് മുഹമ്മദ് കോയയാണ് അല്ലെ. സി എച്ച് മുഹമ്മദ് കോയയാണ് ആ ഒരു മുസ്ലിം ഗേൾസിനും അതുപോലെ തന്നെ നാടാർ ഗേൾസിനൊക്കെ ഈ ഒരു എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടിന്റെ ഫലമായിട്ടാണ് അതൊക്കെ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. ഈ വർഷം മാറിയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കിലും അദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി ഒക്കെ ഉണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പൊ സി എച്ച് മുഹമ്മദ് കോയയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിനെ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാം.
ഓക്കെ, ഇനി ഒരു ട്രാൻസ്ലേഷൻ ആണ്. കൊമേഴ്സ് ഫിൽ അറബിയ ഇൽമു തിജാറ, ഇൽമുൽ ഇഖ്തിസാദ്, ഇൽമു സൂഖ്, ഇൽമുൽ മാൽ. എന്താണ് കൊമേഴ്സിന് അറബിയിൽ പറയുക എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൽമു തിജാറ എന്നാണ് കൊമേഴ്സിന് പറയുക. ഇപ്പൊ പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ നമുക്കറിയാം 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന മക്കളാണ്. പ്ലസ് വണ്ണിൽ തന്നെ നമുക്കറിയാം ഓരോ സ്ട്രീമുകൾ ഉണ്ടായിരിക്കും, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ ഫസ്റ്റിൽ തന്നെ ഉള്ള ഒരു പാഠത്തിൽ ഇങ്ങനെ ഓരോ സ്ട്രീമിന്റെയും അറബി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ലേഷന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ കൊമേഴ്സിന് ഇൽമു തിജാറ എന്നാണ് പറയുക. ഓക്കെ, ഇൻഷാല്ലാ ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.